ഈശോ മിശിഹായ്ക്ക് സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ ഞാനിവിടെ വന്നപ്പോൾ ഈ പച്ചനച്ഛൻ പറഞ്ഞു, അച്ഛാ ഇന്ന് വൈകുന്നേരം പ്രാർത്ഥനയുണ്ട്, വചനം പങ്കുവയ്ക്കാനായിട്ട് പറ്റുമോ? അപ്പോൾ ഞാൻ ആലോചിച്ചു, കർത്താവേ എന്താണ് പറയുക? പെട്ടെന്ന് ചോദിക്കുമ്പോൾ തമ്പുരാൻ ഉത്തരം തരുന്നവനാണ് എന്ന് എനിക്കറിയാം. കാലതാമസം എടുക്കുന്തോറും കാത്തിരുന്നാൽ കിട്ടുന്നതാണെന്നും എനിക്കറിയാം. ആവശ്യമുള്ളപ്പോൾ ആവശ്യ നേരത്ത് ആവശ്യക്കാർക്ക് നൽകുന്നവനുമാണ് തമ്പുരാൻ, അതും അറിയാം. അതുകൊണ്ട് തമ്പുരാന്റെ കരുണയിൽ ആശ്രയിച്ച് ഞാൻ വചനം പങ്കുവയ്ക്കാമെന്ന് ഈ പച്ചനച്ഛനോട് പറഞ്ഞു. വൈകുന്നേരം പോയി പ്രാർത്ഥിച്ചു. രാവിലെ ഞാൻ എഴുന്നേറ്റു, തമ്പുരാന്റെ സന്നിധിയിലിരുന്നു. അപ്പോൾ എനിക്കുണ്ടായ ഒരു കാഴ്ച, അത് പങ്കുവച്ച് തുടങ്ങാം. ഞാൻ തമ്പുരാന്റെ മുന്നിൽ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കൺമുൻപിലൂടെ ഒരു ദർശനമാണോ എന്തോ കണ്ടു എന്നുള്ളത് തീർച്ചയാണ്. ഞാനായിരിക്കുന്ന സ്ഥലം ഇവിടെ തൊട്ടടുത്ത. എൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ ഒരു ഇടവഴി പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് കടന്നു പോകണം. റോഡുണ്ട്. അപ്പോൾ അതിലെ ഞാൻ താമസിക്കുന്ന അല്ലെങ്കിൽ പണിതുകൊണ്ടിരിക്കുന്ന പള്ളിയുടെ ഭാഗത്തേക്ക് ഒരു ആട്ടും കൂട്ടം ഇങ്ങോട്ട് ഓടി വരിക. അതിൽ തീർച്ചയായിട്ടും അത് കണ്ടതുപോലെ തന്നെയാണ്. അതിൽ കുഞ്ഞാടുകളുണ്ട്, ഒരു ചാര നിറമുള്ളത്, ചുമല നിറമുള്ളത്, തവിട്ട് നിറമുള്ളത്, ഇങ്ങനെ പല കളറിലുള്ള കുഞ്ഞും വലുതുമായ ആടുകൾ ഓടിങ്ങി വന്നിട്ട് അതൊരു ഭാഗത്തേക്ക് നോക്കി നിന്നു, നിലയുറപ്പിച്ചു. ഇത്രയും ഞാൻ കണ്ടുള്ളൂ. ഞാനിരുന്ന് തമ്പുരാനോട് ചോദിച്ചു, കർത്താവ് ഇതെന്താ ഇങ്ങനെ? മനസ്സിൽ തോന്നിയത് ഇതാണ്, വിശ്വാസവർഷത്തില് വിശ്വാസത്തിന് ആഴപ്പെടാനായിട്ട്, വിശ്വാസത്തിന്റെ വചനം കേൾക്കാനായിട്ട് കുറച്ചുപേര് ആണെങ്കിലും, ഇത് ചെറിയ ആട്ടുംകൂട്ടമായിരുന്നു, ഉണ്ടാകും. ഇന്ന് ഇവിടെ എത്തിയപ്പോൾ സന്തോഷമാണ്. ഇങ്ങനെയൊരു കാര്യം ഇവിടെ ഞായറാഴ്ച നടക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. തമ്പുരാന്റെ സന്നിധിയിലിരുന്ന് തമ്പുരാനെ കേൾക്കാനായിട്ട്, നിശബ്ദതയിൽ തമ്പുരാനോട് ചേർന്നിരുന്ന് കാര്യങ്ങൾ അറിയാനായിട്ട്, തമ്പുരാന്റെ വചനങ്ങൾ, തമ്പുരാന്റെ ഹൃദയം അറിയാനായിട്ട് കുറച്ചു പേർക്കൊക്കെ സാധിക്കുള്ളൂ. തമ്പുരാന്റെ ശിഷ്യഗണത്തെ എടുത്താൽ നമുക്കറിയാൻ സാധിക്കും. പല രീതിയിലായിരുന്നു തമ്പുരാന്റെ ശിഷ്യഗണങ്ങൾ. നമുക്ക് ഏറ്റവും അടുത്ത സ്നേഹിക്കുന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു. അതാരാത്? യോഹന്നാൻ. യോഹന്നാനോട് പ്രത്യേക കാര്യമായിരുന്നു തമ്പുരാന്. അതുകൊണ്ടാ യോഹന്നാന് ചങ്കോട് ചേർന്ന് ഇരുന്ന് ചങ്കിലെ ഹൃദയമിടിപ്പ് അറിയാൻ തക്ക വിധത്തിലുള്ള അനുഭവം യോഹന്നാന് കിട്ടിയത്. അവസാനത്തെ അത്താഴവേളയിൽ തമ്പുരാന്റെ ചങ്കോട് ചേർത്ത് ചാരിക്കിടന്ന് ചെവിയില് ഹൃദയമിടിപ്പ് ഗ്രഹിക്കാനായിട്ട് സാധിച്ചത് ആ യോഹന്നാനാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ എപ്പോഴും പറയുമായിരുന്നു, കർത്താവ് സ്നേഹിക്കുന്ന ശിഷ്യൻ എന്നാണ്. കർത്താവ് സ്നേഹിക്കുന്ന ശിഷ്യൻ എന്ന അഭിസംബോധനയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പലപ്പോഴും നമ്മൾ, അല്ലെങ്കിൽ യോഹന്നാന്റെ പേരൊരിക്കലും സുവിശേഷത്തിൽ കാണാനില്ല. കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ, സ്നേഹിക്കുന്ന ശിഷ്യൻ, അങ്ങനെ ചങ്കോട് ചേർന്നിരിക്കാൻ കുറച്ചുപേരേ ഉള്ളൂ. ഇനി നമുക്കറിയാം ഈശോയ്ക്ക്
ചില സമയങ്ങളിൽ ബന്ധപ്പെടാനായിട്ട് അല്ലെങ്കിൽ കൂടെ കൊണ്ടു നടന്ന ഇനിയൊരു ഗണം ശിഷ്യന്മാരുണ്ടായിരുന്നു. അതാരൊക്കെയെന്നറിയോ? താബോർ മലയുടെ മുകളിൽ പോയപ്പോഴത്തേക്കും ഈശോ കൊണ്ടുപോയത് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയില്ല. അല്ലെങ്കിൽ ബാലികയെ ഉയർപ്പിക്കാനായിട്ട് പോകുമ്പോൾ 3 പേരെ മാത്രമേ അകത്ത് കയറ്റിയുള്ളൂ. അങ്ങനെ ഒരു ചെറിയ ശിഷ്യഗണം ഉണ്ടായിരുന്നു. അതറിയാമോ? അത് പത്രോസും യാക്കോബും യോഹന്നാനുമായിരുന്നു. ഇങ്ങനെ 3 പേരുണ്ട്. അപ്പൊ യേശുവിന്റെ കൂടെ ചില കാര്യങ്ങൾക്ക് ഈശോയെ അടുത്തറിയാനായിട്ട്, മഹത്വം കാണാനായിട്ട്, അടയാളങ്ങൾ ദർശിക്കാനായിട്ടും ഒരു ചെറിയ ഗണം. അത് ഇനി നമുക്കറിയാം, 12 സ്ലീഹന്മാരെ അവൻ അടുത്തേക്ക് വിളിച്ച്, അവൻ പേര് ചൊല്ലി വിളിച്ച് 12 സ്ലീഹന്മാരുണ്ടായിരുന്നു. ഇതുകൂടാതെ നമുക്ക് കാണാൻ സാധിക്കും 72 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് ഈശോ അയക്കുന്നുണ്ട്. ഇനിയും നമുക്ക് കാണാൻ സാധിക്കും ഒത്തിരി ശിഷ്യഗണങ്ങള് ഈശോയെ അടുത്തും അനുഗമിച്ചിരുന്നവര്, പക്ഷെ ഈശോയുടെ കൂടെ നടക്കുകയില്ലായിരുന്നു. കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒത്തിരി പേര്. അപ്പൊ അങ്ങനെയുള്ള കൂട്ടത്തിലെ ശിഷ്യഗണത്തിലെ ചിലരൊക്കെയാ ഇവിടെ ഇരിക്കുക. അത് ഒരാളായ യോഹന്നാനാണോ? 3 പേരുടെ കൂട്ടത്തിലുള്ള അന്ത്രയോസും പത്രോസും, യാക്കോബും യോഹന്നാനും പത്രോസും ചേർന്ന് 3 പേരിലെ ഗണമാണോ? 12 സ്ലീഹന്മാരിലെ പെട്ടവരാണോ? ഇതൊക്കെ അല്ല. ഇവരൊക്കെ എന്തായി തീർന്നു എന്നത് നമ്മുടെ ചിന്തയാകണം. അനുഭവം കൂടുന്തോറും, യേശുവിനോട് അടുക്കും തോറും യേശു ആയിത്തീരാനായിട്ട് അവർക്ക് സാധിച്ചു എന്നതാണ്. വിശ്വാസവർഷം നമ്മൾ ആചരിക്കുകയാണ്. വിശ്വാസവർഷമാണ്. എന്നാ തീരുന്നത്? എനിക്ക് തോന്നുന്നു ഇത് 40ാമത്തെ ആഴ്ചയാണെന്നാണ് തോന്നുന്നത്, അല്ലേ? അതെയോ? എന്ന് എനിക്ക് തോന്നുന്നല്ല, ഏകദേശം ശരിയാണ്. താനും 40ാമത്തെ ആഴ്ചയിലാണ് വിശ്വാസവർഷത്തിന്റെ. ഈ വിശ്വാസവർഷം ആഘോഷിക്കുമ്പോൾ വിശ്വാസം എന്താ? വിശ്വാസത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ നമുക്കറിയാം, ഗ്രാമറിൽ നമ്മൾ പഠിക്കുന്നുണ്ട് നാമപദം, ക്രിയാപദം. നാമപദത്തിന്റെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് എ വേർഡ് ഡിനോട്ട്സ് സംതിങ്, പേഴ്സൺ, പിന്നെ നെയിംസ്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. ചിലതിന്റെ പേര് പറയാൻ ഇങ്ങനെയൊക്കെയാണ്. നാമപദം, ഫെയ്ത്ത്, വിശ്വാസം. അങ്ങനെ ഒരു നാമപദം മാത്രമാണോ വിശ്വാസം? വിശ്വാസം ഒരു ക്രിയാപദമാണ്. അത് ചലിക്കേണ്ട ഒന്നാണ്. വിശ്വാസം ഒരു നാമപദമായിട്ട് അബ്സ്ട്രാക്റ്റ് ആയിട്ട് നിൽക്കേണ്ട ഒന്നല്ല. വിശ്വാസം എന്റെ ജീവിതത്തിലെ ക്രിയാത്മകമാണ്. അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മൂവ് ചെയ്യാനായിട്ട്, ചലിക്കാനായിട്ട് സാധിക്കണം. എന്റെ വിശ്വാസം വിശ്വാസമായിട്ട് അങ്ങനെ നിന്നാ പോരാ. വിശ്വസിക്കുന്നവൻ ചലിക്കാനായിട്ട്, മൂവ് ചെയ്യാനായിട്ട്, ക്രിയാത്മകമാകാനായിട്ട് സാധിക്കണം. അതെങ്ങനെ ആയിത്തീരുക? ഈശോയെ കുറിച്ച് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഒരു സ്നാപയോഹന്നാൻ പ്രസംഗിച്ചു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, പശ്ചാത്തപിച്ച് ദൈവത്തിൽ വിശ്വസിക്കുവിൻ. സുവിശേഷത്തിന്റെ ആരംഭത്തിലാണ് നമ്മളത് കാണുക. ഇങ്ങനെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഈശോയും ഉണ്ടായിരുന്നു. 30ാം വയസ്സില് തച്ചന്റെ മകൻ, പാവപ്പെട്ടവൻ ആയ ഈശോ എന്ന് പറയുന്ന യഹോശുവ, അവന് ജനക്കൂട്ടത്തിന്റെ നടുവില് യോഹന്നാനെ കേൾക്കാനായിട്ട് ചെന്നതായിരിക്കാം. അല്ലെങ്കിൽ യോഹന്നാനെ കേൾക്കുന്ന ശിഷ്യന്മാരുടെ കൂടെ ചെന്ന് നിന്നപ്പോൾ യേശുവും കേട്ടു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, പശ്ചാത്തപിക്കുകയും. കുറെ ദിവസങ്ങൾക്ക് ശേഷം മരുഭൂമിയിലേക്ക്
അവൻ പോയി മരുഭൂമിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവൻ മറ്റൊരു വ്യക്തിയായിട്ട് അവരുടെ ഇടയിൽ തുടങ്ങി ചരിക്കാൻ തുടങ്ങി. അവൻ യോഹന്നാനെ പോലെ ആയിരുന്നില്ല. യോഹന്നാൻ എങ്ങനെയായിരുന്നു? ഒട്ടകരോമം ധരിച്ചവൻ, വ്രതങ്ങൾ നോക്കിയിരുന്നവൻ, കർക്കശക്കാരൻ. ഇങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെ ആയിരുന്നവൻ എന്ന നിലയിൽ ഈശോ ആയിരുന്നിട്ട് തന്റെ ദൗത്യം തുടങ്ങിയപ്പോൾ ഈശോയുടെ രീതിക്ക് വ്യത്യാസമാണ്. അവൻ പാപികളുടെ കൂടെ നടക്കാൻ തുടങ്ങി. അവന് കർഷകനെ കുറിച്ച് അറിയാമായിരുന്നു. വിത്ത് വിതയ്ക്കുമ്പോൾ അതെവിടെയൊക്കെ വീഴുമെന്നറിയാമായിരുന്നു. കല്ലിന്റെ ഇട വീഴും, മുള്ളിന്റെ ഇട വീഴും, അതുപോലെ തന്നെ നല്ല നിലത്ത് വീഴും, വഴിയിൽ വീഴും. അവൻ കൃഷി നല്ലതുപോലെ അറിയാവുന്നവനെ പോലെ സംസാരിച്ചു. അത്തിമരം നല്ല നിലത്ത് നട്ടാലും അത് കായ്ക്കാതിരിക്കുമെന്ന് അവനറിയാം. പക്ഷേ അതിന് ചുവട് കളച്ചാൽ ചിലപ്പോൾ വളമിട്ടാല് അതിനെയും കായ്ക്കുമെന്ന ചില വേലക്കാരുടെ രീതിയും അവനറിയാമായിരുന്നു. ഇനി രാജാക്കന്മാരെ കുറിച്ച് അറിയാമായിരുന്നു, നിയമത്തെ കുറിച്ച് അറിയാമായിരുന്നു. അതിനെയൊക്കെ ചില സമയത്ത് എതിരിടുന്ന ആളായിരുന്നു. പാപിയുടെ ഭവനത്തിൽ പോയി ഭക്ഷണം കഴിക്കുന്നവനായിരുന്നു. വ്യത്യസ്തനായ ഒരു മനുഷ്യൻ. അവരുടെ ഇടയിൽ ഈശോ. വിശ്വാസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ക്രിയാത്മകമാകുമ്പോൾ ആയിത്തീരുന്ന അവസ്ഥയും ഇതാ. വിശ്വാസം ചില വിശ്വാസ പ്രമാണം ചെല്ലുന്നതിലാണോ? വിശ്വാസം കുർബാന കാണുന്നതിലാണോ? വിശ്വാസം ബൈബിൾ വായിക്കുന്നതിലാണോ? വിശ്വാസം ഞാൻ കുരിശു വരയ്ക്കുന്നതിലാണോ? അല്ല. ഞാൻ വരച്ച കുരിശനുസരിച്ച് സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് ഞാൻ വിശ്വാസിയാവുക. ഞാൻ കുർബാന കാണുന്നതനുസരിച്ച് ഓരോ കുർബാനയിലും കുർബാനയായി തീരാനായിട്ട് എന്റെ ജീവിതം മാറ്റിമറിക്കുമ്പോഴാണ് ഞാൻ വിശ്വാസി ആയിത്തീരുക. ഇങ്ങനെ വിശ്വാസിയായി തീരാനായിട്ട്, യേശുവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് ഈ വിശ്വാസ വർഷത്തില് എന്തൊക്കെ ചെയ്യണം, ഈശോ എന്തു ചെയ്തു, അതിനെക്കുറിച്ച് ഒരു വായന, ഒരു ധ്യാനം ഞാൻ നടത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുടുങ്ങി. ഈശോയുടെ വിശ്വാസം എന്തായിരുന്നു? ഈശോയുടെ വിശ്വാസം ദൈവത്തോട് കൂടെ ചേർന്ന് നടപ്പായിരുന്നു. ദൈവത്തോട് കൂടെയുള്ള ഒരു ചേർന്ന് നടപ്പായിരുന്നു ഈശോയുടെ വിശ്വാസം എന്ന് പറയുക. അതിന് ഒത്തിരി കാര്യങ്ങള് നമുക്ക് സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. ഞാനും പിതാവും ഒന്നാണ്, അല്ലെങ്കിൽ പിതാവ് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന ഒത്തിരി ഭാഗങ്ങള് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തില് എന്താ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതം കർത്താവുമായിട്ട് ചേർന്ന് നടക്കുന്ന, അല്ലെ ദൈവവുമായിട്ട് ചേർന്ന് നടന്ന, യേശുവിനോട് ചേർന്ന് നടക്കുന്ന ഒരു ജീവിതമാണ് വിശ്വാസത്തിന്റെ ജീവിതം എന്ന് മനസ്സിലാകും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 19 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അവിടെ ചേർന്ന് നടക്കുന്ന ഈശോ എങ്ങനെ ചേർന്ന് നടന്നു, എന്തായിത്തീർന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. 5-ാമത്തെ അധ്യായം 19 മുതലുള്ള വാക്യങ്ങളില് യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. യേശു ചെയ്തതെല്ലാം പിതാവ് ചെയ്തതാണ്, അല്ലെങ്കിൽ പിതാവിന്റെ പ്രവർത്തികളാണ്.
അങ്ങനെ ജീവിതത്തിൽ പിതാവിന്റെ പ്രവൃത്തി ചെയ്യാനായിട്ട് ജീവിച്ച ജീവിതം അല്ലെങ്കിൽ പ്രവർത്തിച്ച പ്രവർത്തികള്, അതായിരുന്നു യേശുവിന്റെ വിശ്വാസ ജീവിതം. യേശുവും പിതാവും ഒന്നു ചേർന്ന് നടക്കുക. അങ്ങനെ ഒന്നു ചേർന്ന് നടന്ന യേശുവിന്റെ കൂടെ യേശുവിലുള്ള വിശ്വാസത്തിൽ ജീവിക്കാനായിട്ട് ഞാൻ ആരംഭിക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താ? യേശു ചെയ്ത പ്രവൃത്തി ഞാനും ചെയ്യുക. യേശു ചെയ്ത പ്രവൃത്തി എന്താ? അത് പാവപ്പെട്ടവനോട് കൂടെ ആയിരിക്കുക, അർഹിക്കപ്പെട്ടവനോട് കൂടെ ആയിരിക്കുക, ബുദ്ധിമുട്ടുള്ളവനെ ചെന്ന് കാണുക, അവനെ സുഖപ്പെടുത്തുക, അവനെ സമാശ്വസിപ്പിക്കുക. ഇതൊക്കെയാ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട വിശ്വാസത്തിന്റെ പ്രവർത്തികള്. ഇതൊക്കെ ഓരോന്ന് കാര്യങ്ങൾ എടുത്തു നോക്കിക്കേ. ഈശോയുടെ ജീവിതം മുഴുവനും ആവശ്യക്കാരന്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ജീവിതമായിരുന്നു. ഒരു കാനായിലെ കല്യാണത്തില് അവിടെ ആവശ്യക്കാരനുണ്ടായിരുന്നു. അവന്റെ പക്കലേക്ക് ഈശോ ഇറങ്ങിച്ചെന്ന് അവന്റെ നാണക്കേട് മാറ്റി. ഇനി ഒരു നായിവിലെ ഒരു സ്ത്രീ, അവൾക്ക് അവളുടെ ഏക മകൻ നഷ്ടപ്പെട്ടു, വിധവയായി. അവൻ ഇറങ്ങിച്ചെന്നു, തൊട്ടു, അവൾക്ക് അവളുടെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. എത്ര മനോഹരമാണ്. കുഷ്ഠരോഗി അവന്റെ അടുത്ത് വന്നു, അവനെ തൊട്ടു, സുഖപ്പെടുത്തി. ചെകിടൻ അവന്റെ അടുത്ത് വന്നു, അവന്റെ ചെവിയില് വിരലിട്ടു, അവന് സുഖമായി. കാഴ്ചയില്ലാത്തവൻ വന്നു, അവന്റെ കണ്ണില് തന്റെ തുപ്പലുകൊണ്ട് ചെളിയുണ്ടാക്കി അവൻ തൊട്ടു അല്ലെങ്കിൽ പുരട്ടി, സുഖമായി, കാണുന്നവനായി. യേശുവിന്റെ അടുത്ത് ചെന്നവരൊക്കെ കാണുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും വ്യത്യാസമുള്ളവരാകുകയും ചെയ്തു. ഇതാ വ്യത്യാസം. പിതാവിന്റെ കൂടെ ആയിരുന്നത് കൊണ്ട് പിതാവിന്റെ പ്രവർത്തികൾ യേശു ചെയ്തപ്പോൾ താൻ എന്ത് പ്രവൃത്തി ചെയ്തോ അവിടെ പിതാവിന്റെ ശക്തി പ്രവർത്തിച്ച് മാറ്റങ്ങൾ ഉണ്ടായി. ഞാന് മാമോദീസ സ്വീകരിച്ച് യേശുവിന്റെ കൂടെ എന്റെ ജീവിതം ആരംഭിച്ചപ്പോൾ മുതല് ഇനി ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി യേശുവിന്റെ പ്രവൃത്തിയാണ്. അത് കാഴ്ചയില്ലാത്തവന് കാഴ്ച കൊടുക്കുക. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടല്ല, അല്ലാതെ കാഴ്ച കൊടുക്കാനായിട്ട് സാധിക്കും. ഒത്തിരി ഉൾക്കാഴ്ചകള് നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ സ്പർശനം കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കൊടുക്കുന്ന ഒത്തിരി വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ വിശ്വാസ വർഷത്തില് ഒരു നല്ല വിശ്വാസിയാകാനായിട്ട് ഞാൻ പരിശ്രമിക്കുമ്പോൾ എന്റെ വാക്കുകൊണ്ടൊക്കെ നല്ല ദർശനം കൊടുക്കാനായിട്ട് വായിൽ നിന്ന് വരുന്ന വാക്കുകള് മറ്റുള്ളവർക്ക് നന്മ കൊടുക്കുന്നതായി തീരുന്നുണ്ടോ? അത് വീട്ടിലായിരിക്കാം, കുടുംബത്തിലായിരിക്കാം, നമ്മള് പ്രവൃത്തി ചെയ്യുന്ന സമൂഹത്തിലായിരിക്കാം. അവിടെ നമ്മുടെ വാക്കുകള് നല്ലതായി തീരണം, ദർശനം കൊടുക്കുന്നതായി തീരണം. നമ്മൾ പറയുമ്പോൾ ചിലര് ചെവി അടയ്ക്കുന്നുണ്ടായിരിക്കാം. നമ്മുടെ വാക്ക് കേൾക്കുമ്പോൾ ചിലര് ചെകിടന്മാരായി പോകും. കാരണം നമ്മുടെ വാക്കുകൾ ചിലപ്പോൾ കേൾക്കാൻ കൊള്ളാത്തതാണെങ്കിൽ അവർ ചെകിടന്മാരായി പോകും. അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അഥവാ നമ്മുടെ ജീവിതത്തില് ചെവി തുറക്കാൻ വിധത്തില്, ചെവിയിലൂടെ പോകുന്നത് ഹൃദയത്തിൽ ചെന്ന് ഹൃദയം തുറക്കാൻ തക്ക വിധത്തില് നല്ല വാക്കുകള് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതും കുടുംബത്തിലാകാം, സമൂഹത്തിലാകാം, നമ്മള് വ്യവഹരിക്കുന്ന സ്ഥലങ്ങളിലാകാം കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? യേശുവിന്റെ കൂടെ ആകുന്നവൻ യേശുവിനെ പോലെ ആയിത്തീരണം. കാരണം പിതാവിന്റെ പ്രവർത്തനങ്ങളൊക്കെ പുത്രനും ചെയ്യുന്നത് പോലെ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന യേശു വിശ്വാസിയായ ക്രിസ്തു അനുയായിയും
ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നത് ഇതാ, യേശുവിൻ്റെ കൂടെ ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഫിലിപ്പോസിനോട് നമുക്കറിയാം, ഈശോ പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിതാവിനെ എനിക്ക് കാണിച്ചു തരിക നിങ്ങൾ പറഞ്ഞല്ലോ. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിന്നെ പിതാവിനെ കാണിച്ചു തരിക എന്ന് നിങ്ങൾ എന്തുകൊണ്ടാ പറയുന്നത്? നമ്മുടെ ആരുടെയും നേരെ നോക്കിയിട്ട് നിന്നെ കണ്ടിട്ട് ഞാൻ ഈശോയെ കണ്ടു എന്ന് പറയാൻ ഇതുവരെ ഇടവയായിട്ടുണ്ടോ? ഈശോയെ ഞാൻ കാണുന്നുണ്ട്. നിന്റെ ജീവിതവും നിന്റെ മാതൃകയും ഒക്കെ കാണുമ്പോൾ യേശുവിലേക്ക് അടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കുമോ? നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതാണ്. യേശുവിലേക്ക് അടുക്കാനായിട്ട് നിന്റെ പ്രവർത്തനം കൊണ്ട് സാധിച്ചു. ഈ നല്ല പ്രവർത്തനമാണ് നിന്നെ യേശുവിനെ അറിയാൻ എന്നെ സഹായിച്ചത് എന്ന് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അയൽവക്കത്തോ അത് നേരെ തിരിച്ചാണോ പറയുന്നത്? മഹാത്മാഗാന്ധിജി പറഞ്ഞതുപോലെ, യേശുവിനെ എനിക്കിഷ്ടമാണ്, പക്ഷേ യേശു വിശ്വാസികളെ എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞതുപോലെ ആയിത്തീരാറുണ്ടോ? അപ്പൊ യേശു ചെയ്യുന്ന പ്രവൃത്തികള് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുമ്പോൾ യേശുവിനെ പോലെ ആയിത്തീരാൻ, യേശുവിനെ പോലെ പിതാവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിനും സാധിക്കും. അതിന് യേശു കൂടെയുണ്ട്. കാരണം എൻ്റെ നാമത്തിൽ 1-2 പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാനും ഉണ്ടാകും. പിതാവിനെ കാണിച്ചു തരിക എന്ന് പറയുന്നവർക്ക് യേശു പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്, എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുകയും എൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവൻ്റെ അടുത്ത് ഞാനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ യേശുവിനെ സ്നേഹിക്കുന്നവൻ യേശുവിൻ്റെ വചനം പാലിക്കുന്നവനാകണം. അപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യമല്ല, ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് യേശുവിൻ്റെ കൂടെ നടക്കാൻ സാധിക്കുക. പിതാവിനോട് ചേർന്ന് നടന്ന യേശുവിനെ പോലെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ജീവിതത്തിൽ യേശു പ്രവർത്തിച്ചതുപോലെ യേശുവിൽ നിന്ന് കേൾക്കുന്നത് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെയൊക്കെ നമുക്ക് ദൈവത്തോട് അടുക്കാൻ സാധിക്കണം. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് അടുക്കാനായിട്ട് ഏറ്റവും നല്ല വഴി. പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രവർത്തനത്തോടുകൂടിയ പ്രാർത്ഥന. എനിക്ക് നല്ലൊരു അപ്പച്ചനുണ്ടായിരുന്നു. അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം അപ്പച്ചൻ. എൻ്റെ വിശ്വാസവും എൻ്റെ രീതിയും ഒക്കെ ഞാൻ പഠിച്ചത്, പ്രാക്ടീസ് ചെയ്തതും അപ്പനെ നോക്കിയാണെന്ന് പറയുന്നതിൽ എനിക്ക് നാണമില്ല, നാണപ്പെടേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ അപ്പൻ കഴിഞ്ഞ 10-18 ദിവസം മുമ്പ് മരിച്ചുപോയി. അപ്പൻ്റെ ആ സാന്നിധ്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതാണ്. ഞങ്ങൾ നാട്ടിൽ നിന്ന് കുറച്ചു കാലം മുമ്പ് സ്ഥലം വിറ്റ് ഞങ്ങൾ മംഗലാപുരത്ത് പോയി. മംഗലാപുരത്ത് നല്ല സ്ഥലമൊക്കെ വാങ്ങി. പക്ഷെ ആ സ്ഥലത്ത് ഒരു കളത്തിൽ എന്ന് പറഞ്ഞാൽ ഫാം ഹൗസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 96 ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛനുമായിട്ട് 27 കൊല്ലമായി അവർ പോകുന്നത്. അപ്പം ഞാൻ ആ വീട്ടില് മംഗലാപുരത്ത് ആ ഫാമിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ചാച്ചൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നല്ലൊരു പെരയില്ല. ഇത്രയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ പെര, എങ്കിലും ഈ രീതിയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുന്ന് പോകുമ്പോൾ ഉള്ള പെര പോലെ ഒരു പെര അല്ല. അതുകൊണ്ട് നല്ലൊരു പെരയില്ല, നല്ലൊരു പെര പണിയണം. അപ്പം ഞാൻ പറഞ്ഞു, അനിയന് അവന് സമയമാകുമ്പോഴത്തേക്കും പണിയും ചാച്ച അല്ല, നല്ലൊരു പെര പണിയണം.
ഒത്തിരി ദൈവവിശ്വാസത്തിന്റെ ആഴങ്ങൾ ഞാൻ കണ്ടുപിടിച്ചത് എൻ്റെ അപ്പച്ചനിൽ നിന്ന, എൻ്റെ അപ്പനിൽ നിന്ന. അപ്പൊ ഒരു ദിവസം അവന് ചാച്ചൻ അനിയനോട് പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യാവോ? ഒരു നേരത്തെ ചെന്നപ്പോ തന്നെ പെരപണിയാനുള്ള ഒരു സ്ഥലം കണ്ടെത്തിയിരുന്നു. നീ ആ സ്ഥലത്തേക്ക് ഒരു ലോഡ് കല്ലിറക്കിയിടാവോ? ഓ അതിന് തന്നെ ചാച്ച കുഴപ്പമില്ല, കല്ലിറക്കിയിടാം. പിന്നീട് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ ഞാൻ കേൾക്കുന്നത് ഇങ്ങനെയാണ്. കല്ലിറക്കിയിട്ട് കഴിഞ്ഞ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചാച്ചൻ ആ കല്ലിന്റെ മുകളിൽ പോയിരുന്ന് ഓരോ മുഴുവൻ കൊന്ന് ചെല്ലുമായിരുന്നു. എൻ്റെ അപ്പൻ 89 വയസ്സായപ്പോഴാണ് മരിച്ചത്. 90ലേക്ക് കിടക്കുകയായിരുന്നു. 10 കൊല്ലം കഴിഞ്ഞിട്ടും പെരപണിയായിരുന്നു. പെര പണിയണം എന്ന ചിന്തയില്, കാരണം ചോദിച്ചതൊക്കെ കിട്ടാതിരുന്നിട്ടില്ല എന്ന് വിശ്വാസമുള്ള എൻ്റെ അപ്പൻ ആ കല്ലിന്റെ മുകളിൽ പോയിരുന്നു രാവിലെയും വൈകുന്നേരം ഓരോ കൊന്നു ചെല്ലുമായിരുന്നു. എന്താണേലും എനിക്ക് വിശ്വാസമാണ്. ആ മനുഷ്യന്റെ പ്രാർത്ഥനയാണ്, ആ അപ്പന്റെ പ്രാർത്ഥനയാണ്. ഒരു കൊല്ലത്തിനിപ്പുറം 10-50 ലക്ഷത്തിന്റെ ഒരു പേര അവരവിടെ പണിതു. ഒരു വർഷത്തിനിപ്പുറം. കാശ് എവിടെ നിന്ന് വന്നെന്ന് അവനോട് ചോദിക്കും. പല രീതിയിലും വന്നു, പല രീതിയും. കടമെടുത്ത് കുറെ വേറെ സ്ഥലം കുറച്ച് വിറ്റ് അതിനു വേണ്ടിയിട്ട്. എന്താണേലും ഒരു വർഷത്തിനുള്ളിൽ പെര പണിതു എന്നുള്ളതാണ്. സഹോദരങ്ങൾ, ഇതിൽ ചെറിയൊരു പെര പണിയാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ദൈവം പെര തന്നു, തീർച്ചയായിട്ടും നടക്കുന്ന കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് പ്രാർത്ഥിച്ചാൽ ദൈവത്തോട് കൂടെയായിരിക്കും ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞാൽ കിട്ടുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം. അത് പ്രാർത്ഥനയിലെ വിശ്വാസം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞു എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. കിട്ടിക്കഴിഞ്ഞു എന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടത്? ദൈവമേ, നീ തന്ന ഈ ദാനത്തിന് നന്ദി എന്ന് പറയാനേ പറ്റുള്ളൂ. തരണേ എന്നല്ല പറയുന്നത്. അതാണ് അതിന്റെ അർത്ഥം. കിട്ടി എന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? ദൈവമേ, എനിക്ക് കിട്ടി, ഇനി നിനക്ക് നന്ദി, ഇത് കിട്ടി, നിനക്ക് നന്ദി എന്നാ ഞാൻ പ്രാർത്ഥിക്കുക. കിട്ടിക്കഴിയുമ്പോഴങ്ങനെയല്ലേ പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുക, നിനക്ക് കിട്ടി എന്ന രീതിയിൽ നീ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാല് ദൈവത്തിന് നന്ദി പറയുക. അപ്പോൾ പ്രാർത്ഥനയില് ഉറച്ച വിശ്വാസത്തില് ദൈവത്തിന്റെ കൂടെ ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, നമ്മുടെ സാധാരണ വിശ്വാസത്തെ ചില ധാരണകളായിട്ട് നമ്മൾ കണക്കാക്കരുത്. നമുക്ക് ചില ധാരണകളുണ്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ്, പഴയ കാലത്ത് കഴിഞ്ഞ സെഞ്ചുറിയിലൊക്കെ ചിന്തിച്ചിരുന്നത് എന്താ, ഭൂമിക്ക് ചുറ്റും മറ്റെല്ലാ ഗ്രഹങ്ങളും ചുറ്റുകയാന്ന അതൊരു ധാരണയായിരുന്നു. പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ അത് മാറി. ഇപ്പോൾ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചുറ്റുക എന്നായി. ഇങ്ങനെ ചില ജീവിതത്തിലെ ചില ധാരണകളുണ്ട്. മറ്റുള്ള മനുഷ്യരെ കുറിച്ചും ഇങ്ങനെ ധാരണകളുണ്ട്. നമ്മുടെ കുടുംബത്തിലുള്ളവരെ കുറിച്ച് ചില ധാരണകളുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ വിശ്വസിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ധാരണകളെ രൂപപ്പെടുത്തുക. ചിലപ്പോൾ നമ്മുടെ വിശ്വാസം അതിൽ അങ്ങനെയാണ് ഉണ്ടാവുക ചിലരെ കുറിച്ച്. പക്ഷെ ഇങ്ങനെയുള്ള വിശ്വാസം എന്താ പറ്റുക, അത് എപ്പോഴും സംശയാസ്പദമായിരിക്കും. നമ്മുടെ ധാരണകൾ അനുസരിച്ച് നമ്മൾ എന്റെ കുടുംബത്തിലുള്ള ഒരാളെ വിശ്വസിക്കുമ്പോൾ, ഭാര്യയെ വിശ്വസിക്കുമ്പോൾ, ഭർത്താവിനെ വിശ്വസിക്കും, മക്കളെ വിശ്വസിക്കുമ്പോൾ അതിന്റെ എന്താ ഉണ്ടാകുക, അതില് ഉറപ്പില്ല. ധാരണകളും അത് മാറിപ്പോകാം, അതില് സംശയമുണ്ടാകാം. പക്ഷെ യഥാർത്ഥ വിശ്വാസത്തില് സംശയമുണ്ടാകുകയല്ല, അത് സ്നേഹത്തിലേക്ക് വളരുന്നതാ വിശ്വാസം. അപ്പം നമ്മുടെ പ്രാർത്ഥനയും അങ്ങനെയായി തീരണം. ദൈവത്തോടുള്ള സ്നേഹത്തിലേക്ക് വളർന്നു നിൽക്കുന്ന ഒരു വിശ്വാസത്തിലെ പ്രാർത്ഥനയായിത്തീരും. ആ പ്രാർത്ഥനയ്ക്ക് ഫലം കാണുക. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകള് ദൈവം തരുമായിരിക്കും, പലർക്കും കൊടുത്തിട്ടില്ലേ, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്കും കിട്ടുമായിരിക്കും.
സുവിശേഷത്തിലാണേലും പലരും പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലോ, എനിക്കും കിട്ടട്ടെ, ഇതൊരു ധാരണയാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്റെ പ്രാർത്ഥന ദൈവവുമായിട്ട് ഞാൻ ഒന്നാണ്, എനിക്ക് ദൈവം ഇത് ചെയ്തു തരും, ദൈവം ഇത് എനിക്ക് ചെയ്തു തരും എന്ന പൂർണ്ണ സ്നേഹത്തോടും പൂർണ്ണമായിട്ട് ദൈവത്തിന് വേണ്ടിയുള്ള പൂർണ്ണ സമർപ്പണത്തോടും കൂടി ഞാൻ ജീവിക്കുമ്പോൾ അതെന്റെ വിശ്വാസവും വിശ്വാസ ജീവിതവുമായി തീരും. അപ്പോൾ വിശ്വാസത്തിന്റെ ആദ്യത്തെ പടി ഞാൻ കണ്ടു, ദൈവത്തോട് ചേർന്ന് നടക്കുക എന്നുള്ളതാണ്. ഇനി വിശ്വാസത്തിലെ മറ്റൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഈശോയുടെ കൂടെ നടക്കുമ്പോൾ ഈശോയുടെ വിശ്വാസത്തില് അല്ലെങ്കിൽ ഈശോയുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ മറ്റൊരു കാര്യം കാണാൻ സാധിക്കും. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ചിന്ത എന്താ? യു ആർ പ്രഷ്യസ് എന്നാണ്. നമ്മളെല്ലാവരും വിലയുള്ളവരാണ്. നമ്മുടെ വില എത്രമാത്രമാണ് എന്ന് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ നമുക്ക് കാണാൻ സാധിക്കും. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 9-ാമത്തെ അധ്യായത്തില് അവിടെ പറയുന്നുണ്ട്, യേശുവിന്റെ രക്തത്താല് രക്ഷിക്കപ്പെട്ടവര് നമ്മുടെ രക്ഷയുടെ ഓരോ ക്രിസ്ത്യാനിയുടെയും അല്ലെങ്കിൽ ഓരോ മനുഷ്യന്റെയും വില എന്ന് പറയുന്നത് യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ്. അത്രമാത്രം അമൂല്യമാണ് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതം. നമ്മൾ പലപ്പോഴും നമ്മളെക്കുറിച്ച് എങ്ങനെയാ ചിന്തിക്കുന്നതെന്ന് നോക്കിയേ. ഞാൻ അത്ര കൊള്ളരുതാത്തവനാ, എനിക്കത്ര വിലയൊന്നുമില്ല, എനിക്ക് വീട്ടിൽ എന്നാ വില ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പറഞ്ഞു, എനിക്കെന്നാ വീട്ടിൽ വില, ഒരു 10 പൈസ പോലും ശമ്പളം പോലും എന്റെ കയ്യിലെടുക്കാൻ കാശില്ല. ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, വളരെ ധനാഠ്യയായ ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീയാ. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ വീട്ടിലെ കുടുംബത്തിലെ മുതലൊക്കെയോ? അത് ഭർത്താവല്ലേ, അയാളല്ലേ, അദ്ദേഹമല്ലേ കൈകാര്യം ചെയ്യുന്നത്. എന്റെ കയ്യിൽ എവിടെയാ കാശ്? ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ചോദിച്ചാൽ എന്റെ കാശില്ല. അപ്പൊ ഞാൻ ഒന്നിനും കൊള്ളാത്തവൻ, ഞാനിങ്ങനെ പണിത് നടക്കുക, എല്ലാം പണിതുകൊണ്ട് നടക്കുക. അങ്ങനെയാണോ ഒരു കുടുംബത്തിലെ ആക്ച്വലായിട്ട് നമ്മൾ? ഒരു കുടുംബത്തിലെ സമ്പത്ത് മുഴുവനും എന്റേതാണ്, എനിക്കുള്ളതാണ്, എന്റേതും കൂടെയാണ് എന്ന് ചിന്തിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും അവിടെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഒരു കുടുംബത്തിലെ മക്കൾക്ക് എന്റെ പിതാവുണ്ടാക്കുന്നത് മുഴുവനും എന്റേതാ, ആ ഒരു ഉത്തരവാദിത്തത്തിൽ ഞാൻ അതിനെ കാണണമെന്ന് ചിന്തിക്കാതെ ആ കുടുംബത്തോടുള്ള ഒരു കൂട്ടായ്മ, ഐക്യമുണ്ടാവുകയില്ല. അപ്പൊ ഞാൻ എന്റെ കുടുംബത്തിൽ പ്രഷ്യസ് ആണ്, അമൂല്യനാണ്, എനിക്ക് പ്രത്യേകമായിട്ട് എനിക്കിവിടെ എന്റേതായ ഒരു സ്ഥാനമുണ്ട് ഈ കുടുംബത്തില് എന്ന് ചിന്തിക്കാതിരിക്കുന്ന ഓരോ വ്യക്തിയും പലപ്പോഴും നിരാശരായിരിക്കും. അവര് വിശ്വാസമുള്ളവരല്ല. അങ്ങനെയുള്ളവർക്ക് ആ കുടുംബത്തിൽ മറ്റുള്ളവരെ വിശ്വസിക്കാൻ സാധിക്കുമോ? അപ്പം വിശ്വാസത്തിന്റെ അടുത്ത പടി തമ്പുരാന്റെ കൂടെ നടക്കുന്നവർക്ക്, അല്ലെങ്കിൽ തമ്പുരാൻ യേശുവിന്റെ ജീവിതത്തില് നമ്മൾ കൂടെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ഇതാ, യേശു പിതാവിന്റെ സന്നിധിയിലായിരുന്നപ്പോൾ യേശുവിനുള്ള വിശ്വാസം പിതാവിന് ഏറ്റവും പ്രിയങ്കരനാണ് ഞാൻ എന്നുള്ളതായിരുന്നു. തന്നെ കൈവിടുകയില്ല എന്നുള്ളതായിരുന്നു. അതല്ലേ ലാസറിന്റെ കല്ലറയുടെ മുൻപില് ഈശോ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. നീ എന്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ ഈശോ ആ കല്ലറയുടെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുക. കാരണം ഈശോയ്ക്കറിയാം താൻ ചോദിക്കുന്നത് മുഴുവനും ദൈവത്തിന് ഇഷ്ടമുള്ളതാ, ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരനായവനാ, അമൂല്യനാ, താന് പിതാവിന് ഏറ്റവും പ്രിയങ്കരനാണ് താൻ എന്നുള്ള ആ അനുഭവം യേശുവിനുണ്ടായിരുന്നു. ഈ അനുഭവമാണ് നമുക്കും വേണ്ടത്. ദൈവത്തിന് ഞാൻ പ്രിയങ്കരനാണ്. ഞാൻ ഏത് സ്ഥിതിയിലായിക്കൊള്ളട്ടെ, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഇതിന് നമുക്കറിയാം നല്ല ചില ഉദാഹരണങ്ങള് ലൂക്കയുടെ സുവിശേഷത്തിലുണ്ട്. ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നു. അവിടെ ലൂക്കയുടെ സുവിശേഷത്തിലെ 15-ാമത്തെ അധ്യായത്തില് 3 ഉപമകൾ പറഞ്ഞുകൊണ്ട് ദൈവം നമ്മൾ എത്ര മൂല്യമുള്ളവരാണ്, അമൂല്യമാണ് നമ്മുടെ ജീവിതമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്.
ആ 3 കാര്യങ്ങൾ നമുക്കറിയാം. ഏതൊക്കെയാ 3 ഉപമയെന്ന് നമുക്കറിയാം. ഓർത്തിരിക്കേണ്ട ഒരു അധ്യായം അത്. വിശുദ്ധ ലൂക്കോയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം. എന്താ പറയുക? എല്ലാവർക്കൊരു ഓർമ്മയുണ്ടോ? കാണാതെ പോയ 3 കാര്യങ്ങളാ പറയുന്നത്. ഇനി ക്ലൂ തന്നപ്പം പറയാൻ പറ്റുമോ? കാണാതെ പോയ ആടിന്റെ ഉപമ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷം കാണാതെ പോയ നാണയത്തിന്റെ ഉപമ, ഇനി കാണാതെ പോയ ഒരു മകന്റെ ഉപമ. ഇനി ഓർത്തിരിക്കണം കേട്ടോ. പക്ഷെ ഇത് ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യമുണ്ട്. ആക്ച്വലായിട്ട് ഇത് കാണാതെ പോയ ആടിന്റെ ഉപമയും കാണാതെ പോയ നാണയത്തിന്റെ ഉപമയും കാണാതെ പോയ മകന്റെ ഉപമയുമാണോ? അങ്ങനെയാണോ അത് പറയുന്നത്? കണ്ടുകിട്ടിയ ആടിന്റെ ഉപമയും കണ്ടുകിട്ടിയ നാണയത്തിന്റെ ഉപമയും കണ്ടുകിട്ടിയ മകന്റെ ഉപമയുമാണ്. ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അതിനെ കുറിച്ച് ചിന്തിച്ചു. എന്റെ മനസ്സിൽ അങ്ങനെയാ തോന്നിയത്. കാരണം കണ്ടുകിട്ടിയപ്പോഴാണ് ആ ഇടയൻ സന്തോഷിച്ചു. കാണാതെ പോയപ്പോൾ അവൻ അന്വേഷിച്ചു പോയി, കറക്റ്റ്. പക്ഷെ കണ്ടുകിട്ടിയപ്പോൾ അവൻ തന്റെ മറ്റുള്ളവരെല്ലാരെയും വിളിച്ചിട്ട്, കൂട്ടത്തിലുള്ളവരെയൊക്കെ വിളിച്ചിട്ട് സന്തോഷിച്ചു. കാണാതെ ഒരു നാണയം പോയപ്പോൾ പരതി നടന്നു, അല്ലെങ്കിൽ അന്വേഷിച്ചു, അടിച്ചു വാരി എന്നത് ശരിയാ. പക്ഷെ കണ്ടുകിട്ടിയപ്പോൾ ആ സ്ത്രീ എല്ലാരെയും വിളിച്ച് വളരെയധികം സന്തോഷിച്ചു. മകൻ ധൂർത്തനായിട്ട് പോയി എന്നത് ശരിയാ. പിതാവ് കണ്ണും നട്ട് കാത്തിരുന്നു എന്നത് മറ്റൊരു കാര്യം. അതിലെ വലിയ കാര്യം അതാണ്. കണ്ടുകിട്ടിയപ്പോഴോ അവൻ തന്റെ കാളക്കുട്ടികളിൽ ഏറ്റവും നല്ലതിനെ കൊന്ന് ആഘോഷിച്ചു. ഇവിടെയാ അതിന്റെ വില. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ യേശുവിനെ കണ്ടുകിട്ടിയവരാണ്. കണ്ടുകിട്ടിയവരല്ല, കണ്ടുകിട്ടിയവർ. കാണാതെ പോയവരല്ല. നമ്മള് യേശുവിനെ കണ്ടെത്തിയിരിക്കുന്നു, യേശു എന്നെ കണ്ടെത്തിയിരിക്കുന്നു. പൗലോസ്ലീഹായുടെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നത് യേശു എന്നെ നേടിയിരിക്കുന്നു എന്നതാണ് എന്റെ സന്തോഷം എന്ന് ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഒരു സന്തോഷം അതാണ്. ഇനി ആ കാണാതായ അല്ലെ കണ്ടുകിട്ടിയ ആടിന്റെ ഉപമയില് നമ്മൾ കാണുന്നൊരു വലിയൊരു കാര്യമുണ്ട്. അതെങ്ങനെയാ? ഇടയൻ 100 ഒരെണ്ണം വിട്ടുപോയപ്പോൾ ആ 199 വിട്ടിട്ട് കണ്ടുകിട്ടാനുള്ള ആടിനെ തപ്പി നടന്നു. അത് ദൂരെ പോയി. ഒത്തിരി ദൂരെ കണ്ട അത് കിടന്നിരുന്ന്. പക്ഷേ ഇടയൻ എന്താ ചെയ്തത്? അങ്ങനെ കണ്ടുകിട്ടുന്ന ആടിനുള്ള ഒരു പ്രിവിലേജ് ഉണ്ട്. ആ അധ്യായം വായിച്ചു നോക്കുമ്പോൾ, അല്ല ആ ഉപമ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവൻ എന്താ ചെയ്തത്? കണ്ടുകിട്ടിയപ്പോൾ അവനെ തോളിലേറ്റി. വാട ഇവിടെ എന്ന് പറഞ്ഞ് കയറെ പിടിച്ച് വലിച്ചു എഴിച്ചോണ്ട് വരെയല്ല ചെയ്തത്. അവനെ തോളിലേറ്റി. അവന്റെ പ്രിവിലേജാണ്. തോളിലേറ്റി അവൻ മറ്റാടുകളുടെ അടുത്തേക്ക് നടന്നു. ഒരു ശകലം പോലും അവനെ നടത്തിയില്ല. ഇത്ര അമൂല്യരാണ്. നമുക്ക് വില ഇത്രയാവുള്ളത്. ദൈവം ഇതുപോലെ ആയിരിക്കും പാപി തിരിച്ചു വന്നാലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതാ. യേശുവിനെ കണ്ടുമുട്ടുന്നവന് യേശുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രിവിലേജ് അവന്റെ തോളിൽ കയറിയിരിക്കുക എന്നുള്ളത്. നമുക്കൊക്കെ അത് സാധിക്കുന്നുണ്ടോ? സാധിക്കണം. നമ്മളെ തോളിലേറ്റിയാ നടത്തുക. അവന്റെ തോളിലേറ്റിയാ നമ്മളെ നടത്തുന്നതെന്ന് നമ്മള് വിശ്വസിക്കണം. ഇതാണ് തമ്പുരാൻ. നമ്മൾ അത്രയും വിലയുള്ളവരാണ്. സന്തോഷിക്കാൻ തക്കവിധം നമ്മുടെ ക്രിസ്തീയ ജീവിതം ക്രിസ്തീയമായി തീരണം. യേശുവുമായിട്ട് താതാത്മ്യപ്പെടണം. പലപ്പോഴും അങ്ങനെയല്ല. നമ്മൾ പലപ്പോഴും ധൂർത്തപുത്രന്റെ അല്ലെങ്കിൽ കണ്ടുകിട്ടിയ പുത്രന്റെ വീട്ടിലെ പിതാവിനോട് ചേർന്ന് നിന്ന് മൂത്ത പുത്രനെ പോലെയാ.
അവന്റെ ജീവിതം എങ്ങനെയായിരുന്നു? കൂടെ നടന്നിട്ടും കൂടെ അല്ലാത്തതുപോലെ. ഞാനൊരു ദാസനായിട്ടല്ല ഇവിടെ ജീവിക്കുന്നത് എന്നാ അവന് ചോദിച്ചത്, അല്ലെ? ഇത്രയും കാലവും ഞാൻ ജീവിക്കുന്നു, പക്ഷെ ഇപ്പോഴും ദാസനായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ പിതാവ് പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയാം. നീ എപ്പോഴും എന്റെ കൂട്ടത്തിലുണ്ടല്ലോ. പക്ഷെ അവനത് മനസ്സിലായില്ല. നമുക്കത് മനസ്സിലാകുന്നില്ല പലപ്പോഴും. നീ എപ്പോഴും എന്റെ കൂടെയാണല്ലോ എന്ന് ചോദിക്കുക. എന്നെ ആകാന് 10 പൈസ ഉണ്ടോ എന്റെ കയ്യില്? ഇങ്ങനെ ചോദിക്കുന്നില്ല. ജീവിതത്തില് ഈ കൂടെ ആയിരിക്കുന്നത് അനുഭവിച്ചറിയണം. അപ്പോൾ നമുക്ക് നമ്മുടെ വില അറിയാൻ പറ്റുള്ളൂ. ദൈവത്തിന്റെ കൂടെ നടന്നാലേ നമ്മുടെ വില അറിയാൻ പറ്റുള്ളൂ. പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ഓശാന ഞായറാഴ്ചത്തെ ഈശോ കയറിപ്പോയ കഴുതയുടെ കഥ പറഞ്ഞതുപോലെയാ. കഴുത തിരിച്ചു വന്നപ്പോ അറിയാവുന്ന കഥയായിരിക്കുമല്ലോ. കഴുത തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈശോയൊക്കെ അവിടെ ഇറക്കി വെച്ച് കഴുത ആഘോഷമായിട്ട് തിരിച്ചു വരുക, എന്നെ എല്ലാവരും മഹത്വപ്പെടുത്തുമല്ലോ എന്ന് കരുതി. അപ്പോഴാണ് തിരിച്ചു വന്നപ്പം യഹൂദന്മാര് കണ്ടത് ഈ കഴുതെ നീന്റെ പുറത്താണെന്ന് ആൾക്കാരല്ല അതിനെ കല്ലെറിഞ്ഞു എന്നാ പറയുക. എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ജീവിതം. ഈശോ കൂടെയുള്ളപ്പോഴാണ് നമുക്ക് വില. ഈശോ എന്റെ കൂടെയുണ്ട്. ഈശോ എന്നെ തോളിലേറ്റ് നടത്തുന്നു. ഈശോ എന്നെ കാത്തിരിക്കുന്നു. എന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു. കാരണം ഞാൻ വിലയുള്ളവനാ. ഞാൻ പാപിയല്ല. ഞാൻ വീണ്ടെടുത്ത് ഈശോയുടെ തിരുരക്തത്താല് വീണ്ടെടുക്കപ്പെട്ട്, ഈശോയുടെ സഹനത്താല് വീണ്ടെടുക്കപ്പെട്ട് ഈ പുത്രസ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട പുത്രന്മാരും പുത്രിമാരുമാണ് നമ്മളൊക്കെ. ഇത് എന്റെ വിശ്വാസമായ. അപ്പൊ രണ്ടാമത്തേത്, ആദ്യം ഈശോയുടെ കൂടെ നടക്കണമെന്ന്. രണ്ടാമത്തേത്, ദൈവത്തിന്റെ മുൻപിൽ ഞാൻ വിലയുള്ളവനാണ്, മൂല്യനാണ്. എനിക്ക് വില കൽപ്പിക്കാനായിട്ട് പറ്റുകയില്ല. അത്രമാത്രം വില എനിക്കുണ്ട്. കാരണം ദൈവം എന്നെ തോളിലേറ്റ് നടത്തുന്നു. അത്രമാത്രം ദൈവം എന്നെ കൂടെ കൊണ്ട് നടക്കുന്നു. ഇത് എന്റെ വിശ്വാസമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ആയി തീരുമ്പോഴാ എന്റെ വിശ്വാസം ആഴപ്പെടുക. നമ്മുടെ ജീവിതത്തില്, കുടുംബത്തിലും ഇത് തന്നെയല്ലേ? നമ്മുടെ കുടുംബത്തിലുള്ള വിശ്വാസം അല്ലെങ്കിൽ പരസ്പര സ്നേഹം വർദ്ധിക്കുന്നത് എപ്പോഴാ? നമുക്ക് കൂട്ടത്തില് ആളുണ്ട്, ഞാൻ ഒറ്റയല്ല, ഞാൻ അമൂല്യനാണ് എന്ന് മറ്റെന്റെ കൂട്ടത്തിൽ നിൽക്കുന്നവന് നിനക്ക് വിലയുണ്ട് ഈ കുടുംബത്തിൽ എന്ന് ഓരോരുത്തരും പരസ്പരം പറയുമ്പോഴാണ്. നിനക്കൊരു വിലയില്ല എന്ന് പറഞ്ഞാലോ? നിനക്ക് എന്നാ വില? ആ പട്ടിയുടെ വില പോലുമില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? കഷ്ടപ്പെടും, നമുക്ക് വിഷമം ഉണ്ടാകും. ഇത് പിന്നെ തമ്പുരാൻ നമ്മളെ നോക്കി അങ്ങനെയല്ല പറയുന്നത്. നമ്മുടെ കുടുംബത്തില് അതുകൊണ്ട് എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരന് ചെറുപ്പത്തിലാണ്, ഞാൻ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ്. അപ്പൊ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ കൂട്ടുകാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് വരുമ്പോഴത്തേക്കും സിസ്റ്റേഴ്സാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്, അറിയാമല്ലോ. അന്ന് സിസ്റ്റേഴ്സ് പഠിപ്പിച്ച് ഒരു മാർക്കൊക്കെ ഇട്ട് തരുന്ന ഒരു മാർക്കിന്റെ ഗ്രേഡ് അനുസരിച്ച്. അപ്പൊ ഈ കൂട്ടുകാരൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും കൂട്ടുകാരനോട് അവന്റെ അപ്പം പറഞ്ഞു, എടാ നിനക്ക് എന്നാ നിനക്കൊന്നും ജയിക്കാൻ പറ്റില്ലടാ, നീ ഒരു അത് വളരെ നീചമായിട്ടാണ് പറഞ്ഞത്. അത് പറയാൻ പോലും പറ്റില്ലാത്ത രീതിയിലാണ് പറഞ്ഞത്. നീ അവൻ എന്നോട് ഒന്ന് പറഞ്ഞതാ. അപ്പം പറഞ്ഞാ എങ്ങനെ പറഞ്ഞു, നീ അവന്റെ കാഷ്ടം പോയി തിന്നടാ എന്ന് പറഞ്ഞു. അത്രയും ഞാൻ പതുക്കെയാ പറഞ്ഞത്. ആ വ്യക്തി വന്ന് എൻ്റെ അടുത്ത് വളരെ ബുദ്ധിമുട്ടോടെ പറഞ്ഞു. അപ്പൊ എത്ര ഹീനമായിട്ട്, പണ്ടൊക്കെയുള്ള കാരണന്മാർ പറയും, ഇപ്പോഴത്തെ കാരണന്മാർ അങ്ങനെയൊന്നും പറയുകയില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവന് ഒത്തിരി വിഷമം തോന്നും. ഇതാണ് സാധാരണ നമ്മൾ മറ്റുള്ളവരെ ഒരിക്കലും വില കുറച്ച് കാണിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അത് മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മളത് കാണുക. നമ്മുടെ വില കുറച്ച് കാണിക്കരുത്. മൂന്നാമത്, ഈശോയുടെ ജീവിതവും വിശ്വാസവും എന്ന് പറയുന്നത് എന്തായിരുന്നു? മറ്റുള്ളവരെ വിലയുള്ളവനായിട്ട് കാണുക എന്നുള്ളതാണ്. എല്ലാവരെയും വിലയുള്ള ഈശോയുടെ ജീവിതത്തില് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് എന്നെ ഞാൻ വിലയുള്ളവനായിട്ട് കാണണം,
അതുപോലെ തന്നെ ഞാൻ വിശ്വാസമുള്ളവനാണെങ്കിൽ മറ്റുള്ളവരെ വിലയുള്ളവരായിട്ട് കാണണം. ഇതാണ് വിശ്വാസം. യഥാർത്ഥ വിശ്വാസം അതാണ്. ഞാൻ വിലയുള്ളവനാണ്, അതുപോലെ തന്നെ മറ്റുള്ളവർ വിലയുള്ളവരായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കണം. ഇപ്പോഴത്തെ മാർപ്പാപ്പയെ കുറിച്ച് എത്ര മണി പറയാം? നിങ്ങൾക്ക് എത്ര മണിക്കാണ് പോകേണ്ടത്? 8 മണിക്കാണോ? പെട്ടെന്നല്ല, പറഞ്ഞു പോയിട്ടൊക്കെ അതിനു മുമ്പ് തീരും. അതിനു മുമ്പ് 1/4 മണിക്കൂർ മുമ്പ് തീർക്കണമായിരിക്കും അല്ലേ? എന്നൊരു പ്രാർത്ഥനയുണ്ട്. എങ്ങനെ ഇരിപ്പിച്ച ആരാധനയുണ്ട് 8:45, 7:45. അപ്പം മൂന്നാമത്തേത് മറ്റുള്ളവർ വിലയുള്ളവരായിട്ട് കണ്ടു എന്നതാണ്. അതിന് ഉദാഹരണം ഇപ്പോഴത്തെ മാർപ്പാപ്പയെ കുറിച്ച് തന്നെ ഇങ്ങനെ ഈയിടയ്ക്ക് ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൽ നിന്നൊരു ചെറിയ സംഭവമാണ്. കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നോടെ കേട്ടോളൂ. അദ്ദേഹം മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞ് സന്താമത്ത എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭവനത്തിൽ താമസിക്കുക. അപ്പോൾ ഒരു രാത്രി ഒരു പ്രഭാതത്തിൽ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കും അദ്ദേഹം ആരെ കണ്ടു കാണും? സ്വിസ് ഗാർഡ് എന്നും പറഞ്ഞ ഒരാള് വാതൊക്കെ നിൽക്കും എപ്പോഴും. മാർപ്പാപ്പായുടെ കേട്ടിട്ടുണ്ടോ? സ്വിസ് ഗാർഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പ പുറത്തേക്ക് ഇറങ്ങി സ്വിസ് ഗാർഡ് ഇങ്ങനെ നിൽക്കുക. അപ്പൊ മാർപ്പാപ്പ ആ സ്വിസ് ഗാർഡിനോട് ചോദിച്ചു, ഒത്തിരി നേരമായിട്ട് ഇവിടെ നിൽക്കുകയായിരുന്നു. അത്രയും സിമ്പിളാണെന്ന് നമുക്കറിയാം. ഒത്തിരി നേരമായിട്ട് ഇവിടെ നിൽക്കുകയായിരുന്നു. അതേ പിതാവേ, ഒത്തിരി നേരമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയായിരുന്നു. ഇതിന് മുമ്പിലത്തെ ആള് പോയി എൻ്റെ സരതി വന്നപ്പോൾ അപ്പം ഞാനിവിടെ നിൽക്കുകയാണ്. അപ്പം മടുത്ത് കാണുമല്ലേ? ഇല്ല പിതാവേ, ഞങ്ങളുടെ ഡ്യൂട്ടി ഇതാണ്, പിതാവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതാണ്. അപ്പോൾ ഫ്രാൻസിസ് പാപ്പ അകത്തേക്ക് പോയി ഒരു കസേര എടുത്തുകൊണ്ട് വന്നെന്നാണ് പറയുകയല്ല, അങ്ങനെയാണ് സംഭവിച്ചത്. കസേര എടുത്തുകൊണ്ട് വന്ന് ആ സ്വിസ് ഗാർഡിന്റെ അടുക്കൽ ഇട്ടിട്ട് പറഞ്ഞു, നീ ഇത്രയും നേരം നിന്നതല്ലേ, ഇരിക്കാൻ പറഞ്ഞു. ഇരിക്കുവോ? ഇരുന്നില്ല. അപ്പോൾ എന്താ ഇരിക്കാത്തതെന്ന് ചോദിച്ചു. പിതാവേ, ഞങ്ങൾക്ക് ഇരിക്കാൻ അനുവാദമില്ല. ആരാ ഇരിക്കാൻ അനുവാദമില്ല എന്ന് പറഞ്ഞത്? ഞങ്ങളുടെ ക്യാപ്റ്റൻ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ നിയമവും അതാണ്, ഇരിക്കാൻ അനുവാദമില്ല. എന്നാല് മാർപ്പാപ്പ പറയുന്നു നീ ഇരിക്കുക. മാർപ്പാപ്പയാ പറയുന്നു ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ മടിച്ച് ഇരുന്നു എന്നാ പറയുക. ഇരുന്നു, അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. സംഭവമാണിത്, കെട്ടുകഥയൊന്നുമല്ല. ഇരുന്നപ്പോൾ അദ്ദേഹം പിന്നെയും അകത്തേക്ക് പോയി ഒരു പാത്രത്തില് ഒരു ബ്രെഡിന്റെ 2 കഷ്ണവും ചില പഴങ്ങളുമായിട്ട് അദ്ദേഹം വന്നിട്ട് ആ സ്വിസ് ഗാർഡിനോട് പറഞ്ഞു, ഇത് ഇത്രയും നേരം നിന്ന് നീ വിഷമിച്ച് കാണും, ഇത്രയും വിശന്ന് കാണും, നീ അതുകൊണ്ട് ഇത് കഴിക്കും. ബോനാപ്പറ്റീത്തോ, അവൻ ഏതാണ്ട് പറയാൻ വന്നപ്പോഴത്തേക്കും ബോനാപ്പറ്റീത്തോ എന്ന് പറഞ്ഞാല് നിനക്ക് നല്ല വിശപ്പുണ്ടാകട്ടെ എന്ന് പറയുന്ന രീതിയാണ് എന്ന് ഇറ്റാലിയനിൽ പറഞ്ഞ് അകത്തേക്ക് പോയി എന്നാ പറയുക. എത്ര നല്ല മാതൃകയാണ്. മറ്റുള്ളവനെ കൺസിഡർ ചെയ്യുന്ന ഒരു ജീവിതം. ഇതൊക്കെ തന്നെ സുവിശേഷത്തിൽ ഒത്തിരി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല സമരക്കാരനെയും ഒക്കെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ഈശോ പറയുന്നതാണ് മറ്റുള്ളവരെ കൺസിഡർ ചെയ്യണമെന്നാണ്. നമ്മുടെ കുടുംബത്തിലൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എത്രമാത്രം എൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളെ അല്ലെങ്കിൽ ഞാൻ കണ്ടുമുട്ടുന്ന അംഗങ്ങളെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അവരുടെ വികാരങ്ങള്, അവരുടെ നമ്മൾ പറയുന്ന വാക്കുകളിലെ കുത്തുവാക്കുകൾ അവരുടെ മനസ്സ് നോവിക്കുന്നതിനെ കുറിച്ച് നമുക്ക് എന്ത് ഫീലിംഗാ ഉള്ളത്? ഒന്നുമില്ല. പലപ്പോഴും എനിക്ക് ഇങ്ങനെയാ തോന്നിയത്. ഞാനൊന്ന് പറയും, ചിലർ പറയുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സമാധാനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതെങ്ങനെയാ ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊന്ന് പറയാൻ തോന്നുന്നത് അരിശം വരുമ്പോൾ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അങ്ങനെ ചിലരൊക്കെ കാണുമായിരിക്കും. ഇവിടെ സമാധാനം ഉണ്ടാകുമോ? പലപ്പോഴും സമാധാനം ഉണ്ടാകുകയല്ലെന്ന് ഞാൻ പറയും.
കാരണം ഈ കുത്തുവാക്ക് ഞാൻ പറഞ്ഞത് ആ കേട്ടവന്റെ മനസ്സിലിരിക്കും. അവൻ എന്തേലും ചെറിയ കുത്തുവാക്ക് ഇങ്ങോട്ടും പറയും. അപ്പൊ അതിനും പിന്നെ ഞാൻ സമാധാനം പറയണം. അപ്പൊ അതങ്ങനെ ഒരു ചെയിനായിട്ട് ഇങ്ങനെ പോകും. ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. അപ്പോൾ ചെയ്യേണ്ടത് ഒരു കാര്യമാണ്. നമ്മൾ ചിലയിടത്ത് മറ്റുള്ളവനെ ബഹുമാനിച്ചുകൊണ്ട് മിണ്ടാതിരിക്കാൻ സാധിക്കുക. ഇതാണ് മൂന്നാമത്തെ കാര്യം. അപ്പോൾ ദൈവത്തിന്റെ ഈശോയുടെ കൂടെ ആയിരിക്കണം, പിതാവിന്റെ കൂടെ ആയിരുന്ന തമ്പുരാനെ. അപ്പോൾ എൻ്റെ വിശ്വാസം അതാ, ഞാന് അമൂല്യനാണ് എന്നുള്ള ചിന്ത എനിക്കുണ്ടാകണം. മൂന്നാമത്, മറ്റുള്ളവരും അമൂല്യരാണ്, അവർക്ക് വിലയുള്ളവരാണ്, അവർക്ക് വില കൽപ്പിക്കാനായിട്ട് ഞാൻ പഠിക്കുക. ഇനി നാലാമത്തെ കാര്യം മറ്റൊന്നാണ്. ജീവിതത്തിലെ ചില സംഭവങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എങ്ങനെയാ പ്രതികരിക്കുക? പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക. സ്റ്റീവൻ കോവേ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ പറയുന്ന ഒരു ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ ഈ പോയിന്റൊക്കെ അവസാനിപ്പിക്കാം. അദ്ദേഹം ഇങ്ങനെ ഒരു തിയറി ഉണ്ടാക്കുന്നുണ്ട്. 10:90 എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ പലതും, അനുദിന സംഭവങ്ങൾ, ഇങ്ങനെ തുടർന്ന് എന്നും നടക്കുന്ന ചില ദിനചര്യകളുണ്ട്, അല്ലേ? ദിനചര്യ ഇപ്പം നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ഇവിടെ വരുന്നു എന്നുള്ളത് നിങ്ങളുടെ ഒരു ദിനചര്യ. അത് മറ്റെല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് ക്രമപ്പെടുത്തും. അല്ലെങ്കിൽ സ്കൂളിൽ രാവിലെ എഴുന്നേറ്റ് പോകുന്നു, അങ്ങനെ കുറെ കുട്ടികൾ അവർ പോകുന്നു എന്നുള്ളത് ദിനചര്യ. അതിന് സാധാരണ രീതിയാണ്. ഇനി രാവിലെ എഴുന്നേറ്റ് അമ്മച്ചി കഞ്ഞി വെക്കണം, കഞ്ഞി വെച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു ടീച്ചറാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്കൂളിൽ ദൂരെ വണ്ടിയെ കയറി പോകണം, ഇതും സാധാരണ പോകുന്ന. ഇങ്ങനെ സാധാരണ നടക്കുന്ന എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ആക്കുകയല്ല. അതൊരു 90% ആയിട്ട് അങ്ങനെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു 10% കാര്യങ്ങളും ആകസ്മികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെ ദൈവത്തിന് മുൻപിൽ വിശ്വാസത്തോടും വളരെ ക്ഷമയോടും സഹിഷ്ണുതയോടും കൂടി നമ്മൾ ജീവിതത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചാൽ ബാക്കി 90% കാര്യങ്ങൾ നന്നായിട്ട് നടന്നു പോകും. ഇതാണ് പുള്ളിയുടെ തിയറി. അതിനൊരു ഉദാഹരണം ഇങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് എല്ലാം റെഡിയായിട്ട് ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് വന്നപ്പോഴേക്കും 7:30 മണി. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കുഞ്ഞ് നേഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്നത്, ആ കുഞ്ഞും അവിടെ ഭക്ഷണത്തിന് വന്നു. ഭക്ഷണത്തിന് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് എന്താ സംഭവിച്ചത്? ഭാര്യ ഭക്ഷണം കൊച്ചിന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം ചോദിച്ചു, എനിക്ക് ഭക്ഷണമില്ലേ എന്ന് ചോദിച്ചു. ഭക്ഷണം കൊണ്ടുവന്നു. ഇദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്നാ പറ്റിയത്? ഈ കൊച്ചിൻ്റെ കയ്യിലിരുന്ന കാപ്പിപ്പാത്രം തട്ടി വീണ് എന്നാ പറ്റി? അത് ഇദ്ദേഹം വിട്ടിരുന്ന നല്ല വെള്ള ഷർട്ടിലേക്ക് കാപ്പി വീണു. ഉടനെ എന്താ ചെയ്തത്? എന്താ ചെയ്യും സാധാരണ? അയാളങ്ങ് പൊട്ടിത്തെറിച്ചു. നിനക്കിതൊന്നും നോക്കാൻ മേലായിരുന്നു, നീ ഇവിടെ പോയിരിക്കുക. അവള് ജോലിക്ക് വേണ്ടി പോകാനായിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ജോലിക്ക് പോകണം. നിനക്കിത് നോക്കിയായിരുന്നെങ്കിൽ എന്റെ ദേഹത്തേക്ക് ഇത് വീഴുമായിരുന്നോ? അങ്ങനെ ആകെ ബഹളം. ഈ ബഹളം കേട്ടപ്പോൾ കൊച്ചാകെ കരയാൻ തുടങ്ങി. ഭാര്യയ്ക്ക് ആകെ പ്രശ്നമായി. അപ്പൊ അവള് ചോദിച്ചു, നിനക്ക് ഇങ്ങേർക്ക് ഇത് നോക്കാൻ മേലായിരുന്നു, ഇങ്ങനെ ഇതിൻ്റെ അകത്തുള്ളതല്ലേ? അപ്പൊ ആകെ പ്രശ്നം. അപ്പോഴത്തേക്കും പിന്നെ എന്താ ചെയ്തത്? ഉടനെ തന്നെ കൊച്ചു കാറാൻ തുടങ്ങി. ഭയങ്കരമായ കാർച്ച. അതിന്റെ കാർച്ച അവസാനിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോഴത്തെ പിള്ളേർ കാറാൻ തുടങ്ങിയാൽ ഒരു അന്തവും കുന്തവും ഇല്ലെന്നാണ് പറയുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ കൊച്ചിങ്ങനെ കാറാൻ തുടങ്ങി. എൻ്റെ ദൈവം എന്നെ കാർച്ച ഇങ്ങനെ പിള്ളേർ കാറുമെന്ന് ഓർക്കും. അപ്പം അത് അങ്ങനെ അവസാനിപ്പിക്കുന്നുമില്ല. അതെല്ലാം കൊണ്ട് സമാധാനിപ്പിച്ച് കൊച്ചിനെ റെഡിയാക്കി ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതാ കാണുന്നു, കൊച്ചിനെ കൊണ്ടുപോകാനുള്ള ബസ്. കുറേ നേരം നോക്കി വെച്ചാൽ അതിൻ്റെ പാട്ടിന് പോയി. സ്കൂൾ ബസ്സല്ലേ, അടുത്ത ആളിനെ കേട്ടിട്ട്. അപ്പോൾ അതാകെ പ്രശ്നം.
അപ്പൊ റെഡിയായിട്ട് പുള്ളി എന്താ ചെയ്യേണ്ടത്? പിന്നെ ഭർത്താവിന്റെ കടമയാ കൊച്ചിനെ കൊണ്ട് സ്കൂളിലാക്കുക. അപ്പൊ റെഡിയായിട്ട് ഉടുപ്പൊക്കെ മാറി നല്ല സ്പീഡിൽ അടിച്ചു വിട്ട് കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുപോയി തിരിച്ചടിച്ചു വിട്ട് സ്പീഡിൽ ഫയലൊക്കെ എടുക്കാനായിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന വഴി എന്നാ പറ്റിയത്? വഴി നിന്ന് കൈ കാണിച്ചു. എന്തിനായിരിക്കും? സ്പീഡ് ലിമിറ്റ് 1000 രൂപ നഷ്ടം. ഭയങ്കരമായിട്ട് സ്പീഡായതുകൊണ്ട് പോലീസ് പിഴയടിച്ചു 1000 രൂപ. അതുകൊണ്ട് തിരിച്ചു വന്ന് വീട്ടിൽ വന്നു. വീട്ടിലാവുന്നു പിന്നെയും ബഹളം. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം കാരണം നീയാ, അങ്ങനെയാ ഇങ്ങനെയാ ഭാര്യയോട് തട്ടിക്കയറി. ഇതെല്ലാം കഴിഞ്ഞ് അവളും തട്ടിക്കയറി. എല്ലാം കഴിഞ്ഞ് വീണ്ടും ഓഫീസിൽ ചെന്നു. ഓഫീസിൽ ചെന്നപ്പോഴത്തേക്കും സമയമോ ചെല്ലേണ്ടതിലും അരമണിക്കൂർ താമസിച്ചു. അവിടെയും പ്രശ്നം. കുറേ ആബ്സെന്റ് ഇടണമെന്ന് മാനേജർ, എല്ലാം പ്രശ്നം. ഇങ്ങനെ പ്രശ്നത്തോട് പ്രശ്നം. അന്നത്തെ ദിവസം മുഴുവൻ പ്രശ്നമായിരുന്നു. ഒരൊറ്റ കാര്യമുള്ളൂ. കൊച്ച് കാപ്പി തട്ടിയപ്പം കാപ്പി ഇച്ചിരി പുള്ളിയുടെ ദേഹത്ത്. അയാൾ അവിടെ ഇരുന്ന് ചിന്തിച്ചു, ഈ കാര്യം വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാറുണ്ട്. ഞാൻ ആ കാപ്പി വീണപ്പോഴത്തേക്കും അരിശപ്പെടാതെ, കൊച്ചിനെയും കരയിപ്പിക്കാതെ, തന്മയത്തോടെ ആ കൊച്ചിനോട് മോളെ സാരമില്ല കാപ്പിയോ കുടിക്കുക എന്ന് പറഞ്ഞ് ഭാര്യയും വഴക്കിടാതിരുന്നായിരുന്നെങ്കിൽ ഈ സംഭവമൊക്കെ ഉണ്ടാകുമായിരുന്നോ? ഉണ്ടാകുമായിരുന്നു. ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. കൃത്യമായിട്ടെല്ലാം നടന്നു പോയേനെ. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ രീതിയിലും നമുക്ക് തമ്പുരാനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില മനോഭാവങ്ങളുണ്ടാകും. ക്ഷമ, ഇതൊക്കെ ദൈവത്തിന്റെ വരദാനങ്ങളാണ്. മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാനും ഒക്കെ ഉള്ളത്. അപ്പൊ ഇതുകൊണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെയുള്ള ചില ആകസ്മികമായി ഇപ്പം വഴിയിൽ നമ്മൾ അടിച്ചുവിട്ട് അത്യാവശ്യത്തിന് പോവുക, നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ സിഗ്നൽ ലൈറ്റ് ചുമന്നയായി പോയി, എല്ലാവരും കടന്നുപോയി, ഞാൻ കടന്നു കൃത്യം, നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? പിന്നേച്ച് പോകണം. ദാറ്റ് ഇസ് ദി റോഡ്. അല്ല, വേറെ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. നമ്മൾ പോകുന്ന വഴിക്ക് ടയറിന്റെ കാറ്റ് പോയി, ആരെങ്കിലും തീർന്നിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇറങ്ങി നമുക്കറിയാമെങ്കിൽ ടയറൊക്കെ മാറ്റിയിട്ട് പതുക്കെ പെട്ടെന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് മാറ്റിയിടാം, പെട്ടെന്ന് പോവാം, പതുക്കെ മാറ്റിയിടാം, പതുക്കെ പോവാം. അത് ജീവിതത്തിന്റെ സ്റ്റൈല്. പോകാൻ പറ്റും. ഇതാണ് ജീവിതത്തിന്റെ സ്റ്റൈല്. ഇനി ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ ആരെയും വഴക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ ഒത്തിരി ആകസ്മികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ഇതൊക്കെ ദൈവത്തിന്റെ ദൃഷ്ടിയെ നന്മയോടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുക. ഇതാണ് യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ടതും വിശ്വാസമില്ല. അഞ്ചാമത് ചെയ്യേണ്ട കാര്യം, ഞാൻ വിശ്വാസിയായെങ്കിൽ ആ വിശ്വാസം പ്രഘോഷിക്കാനായിട്ട് സാധിക്കണം. തമ്പുരാൻ വന്നത് എന്തിനാ? ഒരു മിഷനും കൊണ്ടാണ് വന്നത്. ഈ ദൈവത്തിന്റെ സ്നേഹം എല്ലാവർക്കും അറിയിക്കുക. ആ സ്നേഹം അറിഞ്ഞവരെ അതറിയിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് നമ്മളും വിശ്വാസികളായത്. വിശ്വാസികളാകണമെങ്കിൽ ഞാൻ ദൈവത്തിന്റെ ആ വിശ്വാസത്തിലൂടെ സ്നേഹമായിട്ട് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കണം. ഒരു സമറിയാക്കാരി സ്ത്രീയെ നമുക്കറിയാം. അവിടെ ഈശോയുടെ അടുത്ത് ഇരുന്ന് കേട്ടു കാര്യങ്ങളൊക്കെ. ഈശോയെ കേട്ടു, ഈശോ പറയുന്നതും കേട്ടു, അവള് പറയുന്നത് ഈശോയെ കേട്ടു. കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചു. എന്താ ഗ്രഹിച്ചത്? ഇവൻ രക്ഷകനാണ്. അതാ ഗ്രഹിച്ചത്. 3 വർഷം ഈശോയുടെ കൂടെ ശിഷ്യന്മാര് നടന്നു. ആദ്യമൊന്നും ഈശോയെ അവർക്ക് മനസ്സിലായില്ല. നമുക്കറിയാം, പലരും പല രീതിയിലാണ് ഈശോയുടെ കൂടെ ചേരുന്നത് നമുക്കറിയാം. എല്ലാവരും ഈശോയെ വിട്ടുപോയി. പക്ഷേ നമുക്കറിയാം, അവസാനം യഥാർത്ഥത്തിൽ ഈശോ ആരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതെപ്പോഴാ? ഉത്ഥാനത്തിന് ശേഷമോ? ഒരു തോമാസ് ശ്ലീഹായെ നമ്മൾ കാണുന്നുണ്ട്. തോമാസ് ശ്ലീഹ ശഠ്യം പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു ശ്ലീഹായുടെ അനുഭവത്തിന്റെ അവകാശമായി ഈശോയെ കണ്ടറിഞ്ഞ് തൊട്ടറിയണമെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടറിഞ്ഞതുമായ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു എന്നാണ് യോഹന്നാൻ ശ്ലീഹ ലേഖനത്തിൽ 1-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുക. അതുപോലെ തന്നെ പൗലോസ് ശ്ലീഹായും പറയുന്നതാ, ഞാൻ നേരിട്ട് ദൈവത്തിൽ നിന്ന് കേട്ട വെളിപാടിന്റെ അനുസരിച്ചാണ് ഞാൻ എന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പൊ തോമാസ് ശ്ലീഹയ്ക്ക് അവകാശപ്പെട്ട ഈശോയെ തൊട്ട് അനുഭവിച്ചറിയണമെന്നുള്ളത് അത് ശ്ലൈഹിക വിശ്വാസത്തിന്റെ ഭാഗമാണ്.
തീർച്ചയായിട്ടും ഈശോയെ തൊട്ടറിഞ്ഞ ശ്ലീഹ വിശ്വസിച്ചപ്പോഴല്ല, വിശ്വസിക്കുന്നതിനേക്കാൾ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. ഇതാ പറയുക, നമ്മുടെ വിശ്വാസം സ്നേഹത്തിലേക്ക് വളരണം. ഈശോയിലുള്ളൊരു വിശ്വാസമല്ല, ഈശോയിലുള്ളൊരു സ്നേഹമായിട്ട് എൻ്റെ വിശ്വാസം മാറണം. അങ്ങനെ വിശ്വാസം മാറുമ്പോൾ മാത്രമേ വിശ്വാസം ജീവിതമായി തീരുള്ളൂ. സഹോദരങ്ങളെ, സമയം നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ കൃത്യമായി 7:45. അച്ഛൻ നോക്കണ്ട, ഞാൻ നോക്കിയിട്ട് 2 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പം വേറെ ഒത്തിരി കഥകളോ ഒന്നും ഞാൻ അധികം പറയാതിരുന്നത്, ഇങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എൻ്റെ മനസ്സിൽ ധ്യാനത്തിൽ കിട്ടിയത് നിങ്ങളോട് പറയാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം എന്നത് ഈശോയുടെ കൂടെ നടപ്പാണ്. നമ്മളെ നമ്മൾ അംഗീകരിക്കണം. ഞാൻ വിലയുള്ളവനാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ നമ്മളെ അംഗീകരിച്ചാലേ മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സംഭവങ്ങൾ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തോട് ചേർന്ന് അതിനെ ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കണം. അടുത്തതായിട്ട് അതെന്താ ചെയ്യുന്നത്? നമ്മുടെ വിശ്വാസം സ്നേഹമായി തീരണം. യേശുവിനോടുള്ള വിശ്വാസം വെറും സംശയം, വിശ്വാസത്തിൽ മാത്രം നിങ്ങൾക്ക് ഒത്തിരി സംശയങ്ങൾ നമുക്കുണ്ടാകും. ആ വിശ്വാസം സ്നേഹമായി തീരുമ്പോൾ അത് കുടുംബത്തിലും അങ്ങനെയാണ്. നമ്മൾ എൻ്റെ ഭാര്യയെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യയെ സ്നേഹിക്കാൻ തുടങ്ങണം. ഭർത്താവിനെ ഞാൻ വിശ്വസിക്കുന്നു, ഒരു കുഴപ്പവും ഉണ്ടാകുകയെന്ന് ഞാൻ വീഴുന്നു, അവനെ സ്നേഹിക്കാൻ തുടങ്ങണം. മക്കൾക്കും ഒക്കെ അതാണ് സ്നേഹം ആവശ്യം. അത് വിശ്വാസമാണ്. അതിനാളുടെ വിശ്വാസത്തോടെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹം അനുഭവമായി തീരണം. ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളത് അനുഭവമായി തീരണം. ദൈവം എന്നെ സ്നേഹിക്കുന്നതും അതൊരു അനുഭവം എനിക്കായി തീരണം. കാരണം ഇതൊരു ഉടമ്പടിയാണ്, യേശുവുമായിട്ടുള്ള ബന്ധം. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇതൊക്കെയാണ് തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത്. വിശുദ്ധ കുർബാനയിൽ എഴുന്നേറ്റിരിക്കുന്ന തമ്പുരാന് അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തോട് ചേരുന്ന തമ്പുരാനാണ്, നമ്മുടെ കൂടെ ആയിരിക്കുന്നവരാണ്. ഇങ്ങനെ ചേർന്ന് നിന്നപ്പോഴാണ് നമുക്കറിയാം, ഒരു പത്രോസ് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്നുമില്ല. അവന് മുടന്തൻ സുഖപ്പെട്ടത്, അല്ലെങ്കിൽ 4-ാം അധ്യായം ആക്ട്സ് ഓഫ് ദി അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം 4-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ പത്രോസിനെ കാണുന്നുണ്ട്. എന്നതാ? പത്രോസ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചൊന്നുമില്ല. പത്രോസ് നടന്നു പോകുമ്പോൾ പത്രോസിന്റെ നിഴലെങ്കിലും വീണിട്ട് സുഖപ്പെടട്ടെ എന്ന് കരുതി ഒത്തിരി പേരെ കൊണ്ടുവന്ന് പത്രോസ് നടന്നു പോകുന്ന വഴിയിൽ കിടത്തിയെന്നാണ് പറയുക. അപ്പൊ എന്താ സംഭവിച്ചത്? പത്രോസ് അല്ല അവിടെ നടന്നു പോയത്, പത്രോസിൻ്റെ ഈശോ നടന്നുപോയി. അപ്പൊ നമ്മൾ നടന്നു പോകുമ്പോൾ, ഈ ജീവിതം ജീവിക്കുമ്പോൾ, നമ്മൾ നടന്നു പോകുമ്പോൾ ഈശോ നടന്നു പോകുന്ന രീതിയായിത്തീരണം. അപ്പോൾ നമ്മുടെ നിഴൽ വീഴുമ്പോഴും ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ കൂടുതൽ ദൈവാനുഭവത്തിൽ നിറയാനും നന്മയിൽ വളരാനും. ഞാനൊരു മിഷണറിയാണ്. ഒരു 5-6 വർഷമായിട്ട് ഈ കേരളത്തിലായിരിക്കുന്നത് മാത്രമേ, ബാക്കിയുള്ള മിഷൻ പ്രദേശങ്ങളിലായിരുന്നു. ഇനിയും മിഷൻ പ്രദേശത്തായിരിക്കുകയും ചെയ്യും. പുതിയതായിട്ട് ഒത്തിരി മിഷനൊക്കെ ഞങ്ങൾ ഈ മിഷൻ അപ്പോസ്റ്റലേറ്റിൻ്റെ ഒരു ശുശ്രൂഷയാണ് ഞാൻ ചെയ്യുക. സഭയിൽ പല സ്ഥലങ്ങൾ, ആഫ്രിക്ക, ബ്രസീൽ, നോർത്ത് ഈസ്റ്റ് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പുതിയ മിഷനുകളൊക്കെ ഞങ്ങൾ തുടങ്ങി. അവരൊക്കെ ഒത്തിരി നന്നായിട്ട് പ്രവർത്തിക്കുന്നു. ഇവിടുത്തെ കാലം എന്ന് ഞാൻ പറയുന്നില്ല, അവിടെ അത്ഭുതങ്ങളൊക്കെ അത് ഓരോരുത്തർ പറയുമ്പോൾ, എന്തെങ്കിലും ഒരു ദിവസം പറയുമ്പോൾ ഞാനതും നിങ്ങളോട് വിവരിക്കാം. തീർച്ചയായിട്ടും അതൊക്കെ നന്നായിട്ട് നടക്കാനായിട്ട്, സഭയുടെ മിഷൻ പ്രവർത്തനം നന്നായിട്ട് നടക്കാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ആമേൻ.